വ്യത്യാസം മനസ്സിലാക്കൂ. നല്ലത് മാത്രം കഴിക്കൂ. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. ദേവോളെ, മാമനാണോ അമ്മയാണോ അച്ഛനാണോ ദേവുവാണോ ആരാണ് നന്നായിട്ട് അഭിനയിക്കുന്നത്? ഓ അർജുൻ മാമ രണ്ട് കിൻഡർ ജോയ് നാളെ അളിയൻ അടിമയാണ് ഇയാളെ. ഗൾഫിലായിരുന്നു, പിന്നെ അവിടുന്ന് നിർത്തി വന്നു, പിന്നെ ഇവരെ കൂടെ കൂടി. പിന്നെ എഡിറ്ററുമാണ്. അപ്പൊ നമ്മള് വ്ളോഗ്സ് കാര്യങ്ങളെല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. വേറെന്തൊക്കെ കഴിവുകളുള്ള ഹിഡൻ ടാലൻസ് കുറെ ഉണ്ട്. ഇവരുടെ ഫാമിലി സത്യം പറഞ്ഞാൽ എല്ലാവരും കലാകാരന്മാരാ. ഇവര് ഡാൻസേഴ്സ്, അഭിനയിക്കുന്നവര്, ഫാദർ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആള്. ചേച്ചിയിലൊരു ഡാൻസർ ഒളിഞ്ഞു കിടപ്പുണ്ട്. പഴയ ഭരതനാട്യം പക്ഷെ ഇപ്പൊ ഒന്നും കളിക്കാറില്ല കേട്ടോ. സിനിമയിൽ അഭിനയിക്കണമെന്ന് പണ്ട് താല്പര്യം. കല്യാണത്തിന് മുന്നേ അതിനാണ് ഡാൻസ് പഠിച്ചത് തന്നെ. പിന്നെ മനസ്സിലായി ഡാൻസ് പഠിച്ചുകൊണ്ട് മാത്രം സിനിമയിൽ ഒരു ഉപേക്ഷിച്ച്. എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇഷ്ടമായിരുന്നു പണ്ട് മുതലേ എഴുതുമായിരുന്നു. സ്റ്റോറി കാര്യങ്ങളൊക്കെ എഴുതും. എക്സാം കഴിഞ്ഞ് വരുമ്പോ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ, ഫുള്ളാണെന്ന് പറയും. സ്കൂൾ വിട്ട് വരുമ്പോ നേരെ റൂമിലോട്ടാണ് പോകുന്നതെങ്കിൽ മനസ്സിലാക്കാം അതിന് മാർക്ക് കുറവായിരിക്കും. മാർക്കുള്ള വിഷയം മുകളിൽ വെക്കും, പിന്നെ താഴോട്ട് വരും. അച്ഛനൊക്കെ ഇത് പണ്ടേ വിട്ടതാ ഈ സീൻ. അത് മോള് മറന്നുപോയി. ഇടയിൽ ഒരാൾ കണ്ടില്ലേ, മാമൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് മാമ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അതാണ് സൈലന്റ് കില്ലർ. മാമൻ എനിക്ക് ഒന്ന് ഇമേജ് ഉണ്ടാക്കാൻ ശ്രമമാണ് ഈ വീഡിയോയിലൂടെ. മാമ എന്താണ് വിശേഷം? പുറത്തായിരുന്നു കേട്ടോ, വിദേശത്ത്. ഗൾഫിലായിരുന്നു, പിന്നെ അവിടുന്ന് നിർത്തി വന്നു, പിന്നെ ഇവരെ കൂടെ കൂടി. ഇപ്പൊ ഒരു ബാധ്യതയായിട്ട് ഇവരെ കൂടെ കൂടിയേക്കാണ്. എന്തെങ്കിലും അളിയൻ പറയോ ഇറങ്ങി പോടാന്ന്? അതെ, പുള്ളി ഫസ്റ്റ് വന്നത് കുറുപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ദുൽഖറിന്റെ, ഞങ്ങളുടെ വേർഷൻ. പുള്ളി കുറുപ്പായിട്ട് അഭിനയിച്ച ഒരു 2 എപ്പിസോഡിലുള്ള ഒരു വീഡിയോ. അത് ഞങ്ങൾ ചുമ്മാ ഇറക്കിയത്. അതും നല്ല ഹിറ്റായിരുന്നു. അപ്പൊ അന്നാണ് കൂട്ടത്തിൽ കൂടാന്ന് വിചാരിച്ചു. പിന്നെ എഡിറ്ററുമാണ്. അപ്പൊ നമ്മള് വ്ളോഗ്സ് കാര്യങ്ങളെല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. നല്ലൊരു എഡിറ്ററാണ്, ആക്ടറാണ്. വേറെ എന്തൊക്കെ കഴിവുകളുള്ള? വേറെ രഹസ്യ കഴിവുകള്, ഹിഡൻ ടാലൻസ് കുറെ ഉണ്ട്. നേരത്തെ പറയാ ആലോചിച്ച് കണ്ടുപിടിക്കുന്നത്. പിന്നെ നല്ലൊരു ചൂണ്ടക്കാരൻ അല്ലേ? ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുന്നുള്ളൂ. ഈ കണ്ണാടി വെച്ചേക്കുന്ന മെച്ചൂരിറ്റി തോന്നാൻ വേണ്ടി വെച്ചേക്കണോ അതോ പവർ? അത്രക്ക് ബോർ കുറഞ്ഞ തൊപ്പി അതിന്റെ ഭാഗമാണ്. അളിയനും അളിയനും തമ്മിൽ എങ്ങനെയാണ്? ഇവരുടെ ഫാമിലി സത്യം പറഞ്ഞാൽ എല്ലാവരും കലാകാരന്മാരാ. ഇവര് ഡാൻസേഴ്സ്, അഭിനയിക്കുന്നവര്, ഫാദർ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആള്. എല്ലാവരും ഭയങ്കര ടാലന്റുള്ള ആൾക്കാരാണ്. പണ്ട് മുതലേ, ചെറുപ്പം മുതലേ എല്ലാവരും, ഫാമിലി മൊത്തം. അപ്പൊ അങ്ങനെ എനിക്ക് നോട്ട് ചെയ്ത് വെച്ചൊരു അതെ. ചേച്ചിയിലൊരു ഡാൻസർ ഒളിഞ്ഞു കിടപ്പുണ്ട്. പിന്നെ പഴയ ഭരതനാട്യം. പക്ഷെ ഇപ്പൊ ഒന്നും കളിക്കാറില്ല കേട്ടോ. പിന്നെ മാത്രല്ല എനിക്ക് അഭിനയിക്കാൻ അത്ര താല്പര്യമൊന്നുള്ള ആളല്ല ഞാൻ. സിനിമയിൽ അഭിനയിക്കണമെന്ന് പണ്ട് കല്യാണത്തിന് മുന്നേ. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, കല്യാണത്തിന് മുന്നേ ആയിരുന്നു. എന്താ ചേട്ടനും താല്പര്യമുള്ള മേഖലയാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ചേച്ചിക്ക് തെരഞ്ഞെടുത്തൂടാ? ചേട്ടന് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ എനിക്ക് ചെറുപ്പത്തില് ഇഷ്ടമായിരുന്നു. അതിനാണ് ഡാൻസ് പഠിച്ചത് തന്നെ. പിന്നെ മനസ്സിലായി ഡാൻസ് പഠിച്ചുകൊണ്ട് മാത്രം സിനിമയിൽ മനസ്സിലായപ്പോ ആ മോഹം ഒരു ഉപേക്ഷിച്ച്. കണ്ടന്റ് ഒക്കെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ തന്നെ ഇപ്പൊ ഒരെണ്ണം ദേവുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ആക്ച്വലി റിയൽ ലൈഫിൽ തന്നെ അടിച്ചു മാറ്റിയേക്കണാണ്. ദേവു ഡയറക്റ്റ് കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ഇതുപോലെ ഓരോ സംഭവങ്ങൾ ആയിട്ട് സ്കൂളിൽ നിന്ന് വരും. അപ്പൊ ഞങ്ങളത് കണ്ടന്റ് ആക്കും. എക്സാം കഴിഞ്ഞ് വരുമ്പോ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ, ഒന്നും നോക്കാനില്ല, ഫുള്ളാണെന്ന് പറയും. പക്ഷെ റിസൾട്ട് അറിയുമ്പോ ഇങ്ങനെ വരേണ്ടടുത്ത് ഇങ്ങനെ വരുള്ളൂ. അത് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല അത് എങ്ങനെ മാർക്ക് കുറയും. അപ്പൊ ചേട്ടായി അത് പഠിക്കാൻ സ്കൂൾ വിട്ട് വരുമ്പോ നേരെ റൂമിലോട്ടാണ് പോകുന്നതെങ്കിൽ മനസ്സിലാക്കാം അതിന് മാർക്ക് കുറവായിരിക്കും. അന്ന് കിട്ടിയ പേപ്പറിന് മാർക്ക് കുറവാണ്. അല്ലെങ്കിൽ വന്ന് കയറുമ്പോ തന്നെ പേപ്പർ എടുത്ത് കാണിച്ചു മാർക്കുള്ള വിഷയം മുകളിൽ വെക്കും, പിന്നെ താഴോട്ട് വരും. അച്ഛനൊക്കെ ഇത് പണ്ടേ വിട്ടതാ ഈ സീൻ. അത് മോള് മറന്നുപോയി. ഈ അച്ഛൻ അഭിനയിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയായിരുന്നു ആ ഒരു സംഭവങ്ങളൊക്കെ? കാരണം അച്ഛൻ ആദ്യം എതിർപ്പായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കല്യാണം പുള്ളിയായിരുന്നു ആദ്യം ഒരു 6 മാസം കഴിയുമ്പോ തന്നെ പുള്ളിയായിരുന്നു ഫസ്റ്റ് ഞങ്ങളെ കാണാൻ വരുന്നത്. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഈ വീട് വെക്കുന്ന സമയത്തൊക്കെ ഞാൻ 8 വർഷത്തോളം എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. അച്ഛൻ നല്ലൊരു നടനാണോ? അച്ഛന് നാടകത്തിൽ അഭിനയിക്കുന്നോണ്ട് നമ്മുടെ ഷോർട്ട് ഫിലിമില് നാടകമല്ലല്ലോ വേണ്ടത്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഡിഫറൻസ് വരും. ഇവരഭിനയിക്കുന്ന കരഞ്ഞ് മറ്റേ ഈ
കുഷ്ഠഭാരം ആ സാധനമല്ലോ അതാണ് ഉള്ള മറ്റേ അങ്ങനത്തെ സാധനം. മോനായിട്ട് ആ സമയത്തൊക്കെ ഭയങ്കര ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ കേട്ടോ ഇല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പുള്ളീനെ പണ്ടേ അറിയാനാണ്. മകളെ പ്രേമിച്ച് നടന്നേറുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ ആക്ഷൻ കട്ടിന് മുമ്പിലേക്ക് അച്ഛൻ കയറി വന്ന ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം? ഞാൻ സത്യം പറഞ്ഞാൽ അതൊന്നും ആലോചിച്ചിട്ടില്ല ആ സമയത്ത്. അച്ഛാ നാളെ പരിപാടി ഉണ്ട് വാ. ഫസ്റ്റ് റോള് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ചോദിച്ചു വരും, എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ തരണം കേട്ടോ, ആളുകൾ എന്നെ മറന്നു തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വരും. ചേട്ടന്റെ പേര് വെറൈറ്റി ഉള്ള ഒരു പേരാണ് സീക്കോ. ഫാദർ ഇട്ട പേരാണ് സീക്കോ. പുള്ളി ഭയങ്കര ഫുട്ബോൾ പ്രിയനായിരുന്നു, കളിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ബ്രസീലിന്റെ ഫാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഇട്ടതാണ് സീക്കോ. ദിയ എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട്? ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നു, ചിരി തുടങ്ങി അപ്പൊ തന്നെ. ഒരുപാട് പേര് വരുന്നു, ഫോട്ടോ എടുക്കുന്നു, മോളെ ഭയങ്കര ഇഷ്ടാന്നൊക്കെ പറയുന്നു. ഇഷ്ടാണോ അതൊക്കെ എല്ലാരും വന്ന് സംസാരിക്കുമ്പോ? ചില സമയത്തൊക്കെ ഫ്രണ്ട്സിനോടും മുണ്ടാതിരിക്കോ? അതെന്തിനാ? ചിലപ്പോ റേസർ കൊടുക്കാത്തതിന്. ആഹാ, അവരുടെ റേസർ അടിച്ചു മാറ്റിട്ട് കൊടുക്കാത്തതാണോ? അതാണോ? അത് ശരി. മോളുടെ റേസർ എന്തിയാ? അവള് ഞാൻ മുണ്ടില്ല എന്ന് പറയുമ്പോ ഞാൻ കൊടുക്കും. അത് ശരി. അതുപോലെ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ അമ്മ ടിഫിനൊക്കെ കൊടുത്തു വിടാറില്ലേ? ബിസ്ക്കറ്റ് അതൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇരുന്ന് ഷെയർ ചെയ്യാറുണ്ടോ? എന്താ മോള് എന്താ അവരുടെ ഫ്രണ്ട്സിന്റെ ബാഗിൽ നിന്ന് അടിച്ചു മാറ്റുന്നത് എന്താ ഏറ്റവും കൂടുതൽ? അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? തക്കാളി കറി. പപ്പ ഉണ്ടാക്കുന്നത് അമ്മ പറയണ ഞാനല്ല പപ്പ. ചേട്ടനാണോ കുക്കിങ്ങിന്? ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവങ്ങൾ ഞാൻ കുക്ക് ചെയ്തു കൊടുക്കും. നന്നായിട്ട് കുക്ക് ചെയ്യും, വെറൈറ്റികൾ കുക്ക് ചെയ്യുന്ന. ദേവുവിന്റെയും കുറെ വ്ലോഗ് ഉണ്ടായിരുന്നല്ലോ കുക്ക് ചെയ്യുന്നത്. പിസ്സ ഒക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞു തരണതൊക്കെ. ദേവോളെ ആരാണ്, മാമനാണോ അമ്മയാണോ അച്ഛനാണോ ദേവുവാണോ, ആരാണ് നന്നായിട്ട് അഭിനയിക്കുന്ന ആള്? പറഞ്ഞാൽ അർജുമാവൻ. ഇത് അർജുമാമ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിനെ കൊണ്ട് പുറത്തു പോയിട്ട് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. മാമമാര് പൊതുവെ അങ്ങനെയാണോ? രണ്ട് കിൻഡർ ജോയ് നാളെ. ദേവന് ഇതുപോലെ തന്നെ കുറെ ഫ്രണ്ട്സ് ക്ലാസ്സിലും അല്ല, എനിക്ക് മടിയാണ് പുതിയൊരാളെ കാണുമ്പോൾ സംസാരിക്കാൻ. എനിക്ക് ഭയങ്കര മടി. അതാണ് സംഭവം. പഴയ അച്ഛൻ അല്ലാതെ ജാടയല്ല. കുറെ പേര് വിചാരം ജാടയാണ്. ഒരു സമയത്ത് ഒരു ഫ്രണ്ട് ഉണ്ടാവുള്ളൂ. അത് ശരി. ആ ഫ്രണ്ട് തെറ്റിപ്പിരിഞ്ഞ ശേഷം അടുത്ത ഫ്രണ്ട്. അതാണ് സത്യം. പിന്നെ കുറെ ക്യാരക്ടേഴ്സ് നിങ്ങളല്ലാണ്ട് ഇതിനകത്തുണ്ട്. അപ്പൊ അവരൊക്കെ ഇവിടെ തന്നെ അയൽവാസികളാണോ? ഈ നാട്ടുകാരെ. അത് ചെലവുള്ള പരിപാടിയാണോ അത് ഫ്രീ ആയിട്ട് ഒന്ന് ചെയ്തു പോകുന്നവരാണോ? ചില ആൾക്കാർ പണിയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, അവർക്ക് നമ്മൾ എന്താന്ന് വെച്ച് കൊടുക്കും. ചിലര് താല്പര്യത്തിന്റെ പുറത്ത് വന്ന് ഒരു മണിക്കൂറത്തെ കേസൊക്കെ ഉള്ളൂ. പുള്ളി നമ്മളെ സ്റ്റാഫാണ്, പെർമനന്റ് സ്റ്റാഫ്. കുപ്പിന്ന് ഭൂതാണ്. അടിമകളെ ഞങ്ങളെ അടിമ. ഞാൻ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. പക്ഷെ ചിരി ഉണ്ടാവും, എല്ലാത്തിനും ഇവിടെ ചിരി മാറ്റിട്ട് അച്ഛനൊന്ന് ദേഷ്യത്തോടു കൂടി ഒന്ന് നോക്കാൻ പറഞ്ഞ. റെഡി? 1 2 3 സ്റ്റാർട്ട്. എന്നെ നോക്കിയതാണോ പേടിപ്പിച്ചിട്ട്? ഓക്കെ, ഇനി ചേച്ചിയെ നോക്കിയൊരു പുച്ഛം വിട്ടേ. അതെപ്പോഴും ഉണ്ട്. അപ്പൊ അത് എത്രത്തോളം ദിയക്കുട്ടീനെ പഠിപ്പിക്കാനായിട്ട് എത്രത്തോളം? കുറച്ച് റിസ്ക് ആയിരുന്നു. ദിയേനെയും നിക്കിനെയാണ് തുടക്കത്തിലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ റോള് കുറച്ച് എഴുതും. പിന്നെ ഇവരുടെ മൂഡ് അനുസരിച്ച് പെട്ടെന്ന് തന്നെ റിയാക്ഷൻ ഷോട്ട്സ് ഒക്കെ എടുത്ത് വെച്ച് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് ഫില്ല് ചെയ്ത് ഇടുന്നതാണ്. പിന്നെ ചേട്ടായി ഡയലോഗ് പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന അതേ ഡയലോഗ് തന്നെയാണ് ചേട്ടായി ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഞങ്ങൾക്ക് പിന്നെ വേറെ റിസ്ക് ഒന്നുമില്ല. എന്ത് പറ്റി എന്നുള്ളത് എന്ത് പറ്റി എന്നല്ല ചോദിക്കുക, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും അതുപോലെ എന്ത് പറ്റി എന്ന് ചോദിക്കുക. അങ്ങനെയാണ് പറഞ്ഞു തരിക ഞങ്ങൾക്ക്. സിനിമാക്കാരൻ ഒളിഞ്ഞു കിടപ്പുണ്ട് അങ്ങനത്തെ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള പണ്ട് കാലത്ത് എന്തെങ്കിലും പരിശ്രമങ്ങൾ നടത്തിയിട്ട് എഴുതുമായിരുന്നു. എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇഷ്ടമായിരുന്നു പണ്ട് മുതൽ, ചെറുപ്പം മുതൽ. അന്ന് മുതൽ എഴുതുമായിരുന്നു. സ്റ്റോറി കാര്യങ്ങളൊക്കെ എഴുതും. സ്ക്രിപ്റ്റ് ഒരുപാട് സ്ക്രിപ്റ്റ് ഉള്ള ബുക്കൊക്കെ വാങ്ങി വെച്ച് നോക്കി റെഫർ ചെയ്ത് അങ്ങനെ ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതി പുറത്താരും കാണിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുമായിരുന്നു ചെറുപ്പം മുതലേ. ഇപ്പോഴും മറ്റേ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. പ്രൊഡ്യൂസർ കിട്ടി കഴിഞ്ഞാൽ അതെ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു നല്ല സ്ക്രിപ്റ്റ് ഒന്നും അല്ലായിരുന്നു. എഴുതി പഠിച്ചതാണ്, അത്രേ ഉള്ളൂ. എനിക്ക് പിന്നണിയിൽ പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹം.
ഫേസ് അതുകൊണ്ടാണ് കാണിക്കണം. സാധാരണ മറ്റേ വെബ് സീരീസിലൊന്നും ചേട്ടനെ കാണാത്തത്. ആ ഇല്ല, ഞാൻ Cameo-ല്, ആ. അത്രേ ഉള്ളൂ. ആരെയും കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് ഒരു മുഖം കാണിക്കുന്ന റോൾ അത്രേ ഉള്ളൂ. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.